ഹായ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് നിഖില. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് നമുക്ക് കോഴിക്കോട് ബീച്ചിലൊക്കെ വളരെ സുലഭമായിട്ട് കിട്ടുന്ന ഒരു ഗ്രീൻ പീസ് മുട്ട മസാലയുണ്ട്. വളരെ ഫേമസ് ആയിട്ടുള്ള, വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഗ്രീൻ പീസ് മുട്ട മസാലയാണ്. അതിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത്. അതുണ്ടാക്കാനായിട്ട് ഇത്രയും ഗ്രീൻ പീസ് ഞാൻ തലേ ദിവസം കുതിർത്ത് വെച്ചിട്ടുള്ളതാണ്. ഇത്രയും ഞാൻ എടുത്തിട്ടുണ്ട്. 200 ഗ്രാമോളം വരും. ഇത് നമുക്കിനി കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ടൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. ഉടയാതെ തന്നെ വേവിച്ചെടുക്കണം. ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ഇതിനാവശ്യമുള്ള ഉപ്പും ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. ഇതിപ്പോൾ അധിക തട്ടുകടയിലും കിട്ടുന്നുണ്ട് കേട്ടോ. എന്നാലും കോഴിക്കോട് ബീച്ചിലാണ് വളരെ ഫേമസ് ആയിട്ടുള്ളത്. നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം, ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി അധികം ഉടഞ്ഞു പോകാതെ ഇതൊന്ന് വേവിച്ചെടുത്തിട്ട് വരാം. ഇതുപോലെ അധികം ഉടയാതെ വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതങ്ങോട്ടേക്ക് മാറ്റി വയ്ക്കാം. പിന്നെ ഞാൻ ഒരു 4 മുട്ട പൊട്ടിച്ചൊഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇനി ഇതും അങ്ങോട്ടേക്ക് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് ചെയ്യേണ്ടത്, ഇതുപോലൊരു പാൻ അടുപ്പത്ത് വയ്ക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 4 അല്ലി വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു വലിയ സവാള ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. ഈ ഒരു രീതിക്ക് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുക്കാം. ഒന്ന് വഴറ്റി കൊടുക്കാം. സവാള ഒന്ന് വാടി വരുന്നവരെ ഒന്ന് വഴറ്റുക. സവാള ഒന്ന് ഈ രീതിയിലൊന്ന് വാടി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. ഒരു 5 മിനിറ്റ് ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിൻ്റെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി തക്കാളിയും ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒന്ന് വാടി കിട്ടണം കേട്ടോ. ഒന്ന് വെന്ത് വെക്കണം, അത്രയും വേണ്ടു. തക്കാളിയും സവാളയൊക്കെ ഈ രീതിയിലൊന്ന് വാടി വെന്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉപ്പും മഞ്ഞളും ചേർത്ത് വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇതുപോലെ ഒരു 5 മിനിറ്റ് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതുപോലെ 5 മിനിറ്റ് ഇങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം. ആദ്യം തന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കാം. ഈ പൊടികളുടെ ആ ഒരു പച്ചമണം ഒന്ന് മാറുന്നത് വരെ ഒന്ന് ഇങ്ങനെ ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി പൊടികളുടെ ആ പച്ചമണമൊക്കെ മാറി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്ത് വെച്ച മുട്ട ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മുട്ടയും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. മുട്ടയൊക്കെ ഇതിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്യുന്ന രീതിയിൽ വഴറ്റിയെടുക്കുക കേട്ടോ.
കുറച്ചുകൂടെ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതുപോലെ മുട്ടയും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇത് വാങ്ങി വയ്ക്കാൻ നേരം ഒരു 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇതിൻ്റെ മുകളിലായിട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ. 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇതും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് അടുപ്പിൽ നിന്ന് വാങ്ങി വയ്ക്കാം കേട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് വാങ്ങാം. നമ്മുടെ ഗ്രീൻ പീസ് മുട്ട മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിത് അടുപ്പിൽ നിന്ന് വാങ്ങി സർവിംഗ് ഡിഷിലേക്ക് മാറ്റാം കേട്ടോ. നമുക്കിതുപോലൊരു പാത്രം വെച്ച് അതിലേക്ക് ഒരു വാഴയില വെച്ചിട്ട് നമുക്കിതിലേക്ക് സെർവ് ചെയ്യാം കേട്ടോ. നമ്മുടെ ഗ്രീൻ പീസ് മുട്ട മസാല ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് സവാള ഇതുപോലെ അരിഞ്ഞിട്ട് ഇതിലിങ്ങനെ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്താൽ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഗ്രീൻ പീസ് മുട്ട മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇവിടെ കോഴിക്കോട് ബീച്ചിലെ മുട്ട മസാല, ഗ്രീൻ പീസ് മുട്ട മസാല. എല്ലാവരും ഇതുപോലെ ഒന്ന് റെഡിയാക്കി നോക്കണം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടമാവും. നമുക്കിത് വൈകുന്നേരങ്ങളിൽ ചായയുടെ കൂടെയും കഴിക്കാം, നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കഴിക്കാം, എങ്ങനെ വേണമെങ്കിലും കഴിക്കാം കേട്ടോ. വളരെ ടേസ്റ്റി ആയിരിക്കും, എല്ലാവർക്കും ഇഷ്ടമാവും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.